Hi friends, welcome to Kichu's Kitchen. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് egg 65 ആണ്. വളരെ എളുപ്പത്തിലും കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന്റെ മഞ്ഞക്കരു ഒന്ന് മാറ്റി എടുക്കണം. അഞ്ച് മുട്ടയുടെയും മഞ്ഞക്കരു മാറ്റിയതിന് ശേഷം നമുക്കിത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 5 മുട്ടയുടെ വെള്ളയും ഇതുപോലെ ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കോട്ടിങ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് 4 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് 3 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ egg 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.